കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി വിതരണത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഭക്ഷ്യമന്ത്രി GR അനിൽ. സംസ്ഥാന പദ്ധതികളെ ദുർബലപ്പെടുത്താനാണ് കേന്ദ്രത്തിന്റെ നീക്കം. കേന്ദ്രത്തിന്റേത് ഏറ്റവും ചീപ്പായ നിലപാടെന്നാണ് മന്ത്രി റിപ്പോർട്ടറിനോട് പ്രതികരിച്ചത്. നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന കേരള അരി പദ്ധതി സജീവമാക്കാനുള്ള നീക്കവും ഭക്ഷ്യവകുപ്പ് തുടങ്ങി. FCI ഗോഡൌണുകളിൽ അധികം വരുന്ന അരി കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനുള്ള സ്കീമിൽ നിന്ന് സംസ്ഥാന സർക്കാരുകളെ കേന്ദ്രം വിലക്കിയിരുന്നു. ഇത് സംസ്ഥാനത്ത് അരിവില കൂടാൻ ഇടയാക്കുമെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ പരാതി. പിന്നാലെയാണ് കിലോയ്ക്ക് 29 രൂപ നിരക്കിൽ കേന്ദ്ര സർക്കാർ ഏജൻസികൾ ഭാരത് അരി വിതരണം തുടങ്ങിയത്. ഫെഡറൽ സംവിധാനത്തെ തകർക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ കുറ്റപ്പെടുത്തി. ഒരു സംസ്ഥാനത്തും ഈ 29 രൂപയുടെ അരി ഭാരത് അരി മാർക്കറ്റിൽ വന്നിട്ടില്ല. എന്തിനാ കേരളത്തിൽ ഈ തിരക്ക് കൂട്ടിയത്? ഒരു വിതരണ ശൃംഖലയും ഇല്ലാത്ത മാർക്കറ്റിലേക്ക്, റോഡിലേക്ക് പൊതു കച്ചവടക്കാരൻ, സ്വകാര്യ കച്ചവടക്കാരൻ ചെയ്യുന്നത് പോലെ മോഡിയുടെ പടവും വെച്ച് അരി വിതരണം ചെയ്യുന്ന രീതി കേരളത്തിനും രാജ്യത്തിനും യോജിച്ചതല്ല. നിലവിൽ തൃശൂർ ജില്ലയിൽ തുടങ്ങിയ ഭാരത് റൈസ് വിതരണം മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുമെന്നാണ് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷന്റെ പ്രതികരണം. 5 വർഷങ്ങൾക്ക് മുൻപ് കേരള റൈസ് പുറത്തിറക്കുമെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. തുടക്കത്തിലെ നിർജ്ജീവമായ ഈ പദ്ധതി പൊടിതട്ടിയെടുക്കാനുള്ള ശ്രമങ്ങളും ഭക്ഷ്യവകുപ്പിൽ ആരംഭിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.